ടൊവിനോ തോമസ്. എനിക്ക് ടൊവിനോ തോമസിനെ ഭയങ്കര ഇഷ്ടമാണ്. ടൊവിനോ തോമസിന്റെ മിന്നൽ മുരളിയാണെങ്കിലും ഗോദയാണെന്നുണ്ടെങ്കിലും കുറേ സിനിമകൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ടൊവിനോന്റെ. സ്നേഹം ഓൺ ദ അതർ ഹാൻഡ് ടൊവിനോന്റെ കോമഡികൾ ഇഷ്ടമല്ല, സീരിയസ് കഥാപാത്രങ്ങൾ മാത്രം ഇഷ്ടമാണ്. തുടക്കത്തിലെ പാളി. ടൊവിനോനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ലുക്കാണ് കാണാൻ. പക്ഷെ അഭിനയ കാര്യത്തിൽ എനിക്ക് സീരിയസ് റോൾ മാത്രമേ ഇഷ്ടമുള്ളൂ. കോമഡി റോളുകൾ ചെയ്യുന്നതും പിന്നെ ഇങ്ങനെ പഞ്ചാര അടിക്കുന്ന സീനുകളൊന്നും എനിക്ക് വലിയ താല്പര്യം തോന്നാറില്ല. റൊമാൻസ് ഒന്നും എനിക്ക് ഇഷ്ടം തോന്നാറില്ല. എനിക്ക് എന്താ പറയാ, എന്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് പഴയ ആൾക്കാർ അഭിനയിക്കുന്ന കാണാൻ ഇഷ്ടം. ശരിക്കും പറഞ്ഞാല് 80-90 വസന്തങ്ങൾ, 80-90 വസന്തങ്ങളാണ് ആ സമയത്തെ സിനിമകളുടെ അപ്പുറം എനിക്കൊന്നും വേറെ നല്ലത് തോന്നിയിട്ടില്ല. അടുത്തോടെ മണത്തിന് വരില്ല. ഞങ്ങൾ രാത്രി മിക്കവാറും വീഡിയോ എടുത്ത് അടിയൊന്നും. ഇപ്പൊ എന്താണ് ടൊവിനോ തോമസിന്റെ പുതിയൊരു ഇന്റർവ്യൂ. ദുൽഖറിന്റെ പരാജയത്തിൽ ഞാൻ എന്തിനു സന്തോഷിക്കണം, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള നമ്മുടെ പുതിയ ടൊവിനോ മൂവി. ഓക്കെ, ക്രൈം ത്രില്ലർ. അതിന്റെ പ്രൊമോഷന് ഇന്ന് ഒരുപാട് ഇന്റർവ്യൂസ് ഞാൻ ഔട്ടായത് കണ്ടു. ട്രെയിലർ അടിപൊളിയായിരുന്നു അല്ലേ? അപ്പൊ നമ്മുടെ മൂവിമാൻ എന്ന് പറഞ്ഞുള്ള യൂട്യൂബ് ചാനലിലാണ് കംപ്ലീറ്റ് ഇന്റർവ്യൂ ഉള്ളത്. അപ്പൊ നിങ്ങൾ കയറി കാണാം. കംപ്ലീറ്റ് ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നു ഒരു 27 മിനിറ്റ് അടുപ്പിച്ച് ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ കംപ്ലീറ്റ്. അപ്പൊ അതിൽ ഒരു പെർട്ടിക്കുലർ പോർഷൻ, അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്കും സ്നേഹിക്കും പറയണം എന്ന് തോന്നി അല്ലേ, ഞങ്ങളുടെ ഒരു അഭിപ്രായം പെർസ്പെക്റ്റീവ്. അപ്പൊ എന്താണ് നോക്കാം. ഒരു സ്റ്റാർഡത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ ആകണം, സ്റ്റാർഡും കൂടെ കീപ്പ് ചെയ്യണം എന്നൊരു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്രയും കാലമായിട്ട് എൻ്റെ സിനിമകളും എൻ്റെ തിരഞ്ഞെടുപ്പുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് അതിനെപ്പറ്റി അത്ര ഞാൻ ബോധേഡല്ല. സ്റ്റാർഡത്തിനെ പറ്റിയിട്ട് ഞാൻ അത്ര ബോധേഡല്ല. ബാങ്കബിലിറ്റിനെ പറ്റിയിട്ട് ഞാൻ ബോധേഡാണ്. കാര്യം ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ സിനിമകൾ ചെയ്യാനായിട്ട് എന്നെ വിശ്വസിച്ച് പൈസ മുടക്കുന്ന പ്രൊഡ്യൂസർ വരണം. ആ വരുന്ന പ്രൊഡ്യൂസർക്ക് സാമ്പത്തികമായിട്ട് നഷ്ടമില്ലാതെ ആ സിനിമ ഇറങ്ങണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതിന് ഞാൻ നോക്കിക്കാണുന്നത് സ്റ്റാർഡമായിട്ടല്ല, അതിനെ ഞാൻ നോക്കിക്കാണുന്നത് ബാങ്കബിലിറ്റി എന്നാണ്. അതാണ് അതിൻ്റെ യഥാർത്ഥ ടേം. അതിനപ്പുറത്തേക്ക് സ്റ്റാർഡത്തിനോട് എനിക്ക് അത് ഒരു പരിധി വിട്ടാൽ സ്റ്റാർഡം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യും. ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ ഉണ്ടാവും എല്ലാവർക്കും ഒരു മുൻവിധി ഉണ്ടാവും. നമ്മൾ കാണുമ്പോൾ ഇയാൾ ഇങ്ങനെ ആയിരിക്കും, ഇയാള് ഭയങ്കര സ്റ്റാറാണ്, ഇയാളാണ് എന്തായാലും അവസാനത്തെ ഡീല് ജയിക്കുള്ളൂ എന്ന്. പക്ഷെ അവസാനത്തെ ഡീല് തോക്കണം, ചിലപ്പോൾ തോറ്റേക്കാം എന്ന് ആൾക്കാർക്ക് തോന്നണം. അങ്ങനെ അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടാവണം. അതിനൊക്കെ എനിക്ക് തോന്നുന്നു സ്റ്റാർഡം എനിക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. ബാങ്കബിലിറ്റി ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ സക്സസും എനിക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റാർഡം, ബാങ്കബിലിറ്റി ആൻഡ് ഈ പറഞ്ഞ പ്രീ കൺസീവ്ഡ് നോഷൻ, ഇതൊക്കെ എവിടുന്നാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ളൊരു കോർ സ്നേഹം ആലോചിക്കാറുണ്ടോ? ഒരു നടൻ നടി എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന വർക്കുകളിൽ നമുക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. പക്ഷെ എന്താ എനിക്ക് ഫസ്റ്റ് പറയാൻ തോന്നിയത്, ഈ സ്റ്റാർഡത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ആദ്യം പൃഥ്വിരാജിന് ഓർമ്മ വന്നത്. പൃഥ്വിരാജാണ് ഫസ്റ്റ് ആള് എനിക്കൊരു സ്റ്റാർ ആവണ്ട, എനിക്ക് ആക്ടർ ആയാൽ മതി എന്ന് പറഞ്ഞ ഡയലോഗ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ എന്നിട്ട് പൃഥ്വിരാജ് സ്റ്റാർ ആയില്ലേ? ഈ സ്റ്റാർഡം എന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ നോക്കുമ്പോ എങ്ങനെ അറിയാം, സ്റ്റാർഡം ഇനി എത്ര PR വർക്ക് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ സ്റ്റാർ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു എന്താ പറയാ നെപ്പോ കിഡ് ആണെങ്കിൽ പോലും സ്റ്റാർഡം മലയാളത്തിൽ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. ഒരാൾ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ അയാളുടെ വർക്കിലൂടെ അയാൾ കൺസിസ്റ്റൻസി തെളിയിച്ചു കഴിഞ്ഞാൽ സ്റ്റാർഡം വരും. ഈ സ്റ്റാർഡം വരുന്നത് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ നമ്മൾ കൊടുക്കുന്നതാണ്, നമ്മളെ സ്നേഹമാണ് സ്റ്റാർഡമായിട്ട് മാറുന്നത്. ബാങ്കബിലിറ്റി ഡെഫിനറ്റ്ലി ഓക്കെ. അപ്പോൾ അതൊരു ഗ്രേറ്റ് തിങ് ആണ്, നല്ലൊരു കാര്യം. കാരണം ഇവിടെ പല ആളുകളും സ്റ്റാർഡം കിട്ടിയതിന് ശേഷം പിന്നെ ബാങ്കബിലിറ്റിനെ കുറിച്ച് ആലോചിക്കാറില്ല. പ്രൊഡ്യൂസറുടെ പൈസ എങ്ങനെയും പോയിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്ക് സ്റ്റാർഡായിട്ട് നിൽക്കണം, എൻ്റെ സ്റ്റാർഡം എനിക്ക് കീപ്പ് ചെയ്യണം. കിട്ടിക്കഴിഞ്ഞാൽ അത് കീപ്പ് ചെയ്യാൻ ഈ പറഞ്ഞ പ്രൊമോഷനും PR വർക്കും ഒക്കെ നടക്കും. ഇത് കിട്ടുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് നല്ല ക്യാരക്ടർ ചൂസ് ചെയ്ത് കിട്ടിയ ക്യാരക്ടർ അടിപൊളിയാക്കിയിട്ടൊക്കെ ചെയ്യും. സ്റ്റാർഡത്തിലേക്ക് എത്തി എന്നുള്ള ഒരു റിയലൈസേഷൻ വരുമല്ലോ നടനോ നടിക്കോ. അപ്പൊ പിന്നെ അവർക്കനുസരിച്ച് സ്ക്രിപ്റ്റ് എഴുതിക്കാനും അവർക്ക് പോസ്റ്റർ തിരുത്താനും ഒക്കെ അതെ, അപ്പൊ സ്റ്റാർഡം ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. പക്ഷെ ടൊവിനോ ഇവിടെ ഭയങ്കര റിവേഴ്സ് സൈക്കോളജി പറയുന്ന പോലെ അല്ലേ. അതായത് ഈ സ്റ്റാർഡം വേണ്ട, കാരണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഗതി. അതായത് ഒരു സിനിമയിൽ സ്റ്റാർഡം പ്രീ കൺസീവ് നോഷൻ എങ്ങനെയാ വരിക? ഇപ്പോൾ വലിയൊരു സ്റ്റാർ, ഓക്കെ, ഞാൻ പേരൊന്നും എടുത്ത് പറയില്ല, ഒരു ഭയങ്കര സ്റ്റാർ, അത് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നിങ്ങൾ കൂട്ടിക്കോ, അയാൾ മരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ മനസ്സിൽ ആ ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ ഉണ്ടാവും. എന്ത്, ഓ അയാൾ മരിച്ച പടം പൊട്ടു. അത് വന്ന പിന്നെ ആ സ്ക്രിപ്റ്റ് എഴുതുന്നതിനും ഒരു സമാധാനം ഉണ്ടാവില്ല, ഡയറക്ടർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല, അഭിനയിക്കുന്നതിന് സമാധാനം ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ ഒരു സംഗതി. അപ്പൊ അത് ബ്രേക്ക് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ പോയാൽ മതി
ആക്ടർ എന്ന എനിക്കൊരു ആക്ടർ എന്നുള്ളത് കാരണം ചില സിനിമയിൽ ഞാൻ മരിക്കും, ചില സിനിമയിൽ വില്ലന്റെ 10 ഇടിക്ക് കൊള്ളും. പക്ഷെ എന്നാലും ഞാനൊക്കെ ആവുമ്പോ വിചാരിക്കും നടനൊന്നും അടി കിട്ടരുത് എന്നാണ് വിചാരിക്കുക. ആക്ടർ എന്ന രീതിയിൽ കണക്ക് കൂട്ടുകയാണെങ്കിലും നമ്മൾ നടന്മാരുടെ ഭാഗത്ത് നിൽക്കുമ്പോ അയ്യോ ആ നടന് കിട്ടരുത് എന്നാണ് വിചാരിക്കുക. പ്രീ കൺസീവ്ഡ് ആണത്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് വരും, അത് സ്റ്റാർഡത്തിൽ എത്തുമ്പോ കുറച്ച് കൂടുതലായിരിക്കും. സ്റ്റാർഡത്തിൽ നിൽക്കുന്ന ആക്ടറിനോ ആക്ട്രസിനോ അത് ഭയങ്കരമായിട്ട് ഒരു ബേർഡൻ തന്നെയാണ് ആക്ച്വലി. അതെ, പിന്നെ ബാങ്കബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിനിമയ്ക്ക് വലിയ ഗ്യാരണ്ടി ഒന്നും ഇല്ല. ബാങ്കബിലിറ്റി എനിക്ക് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നടൻ നോക്കേണ്ടത് സ്ക്രിപ്റ്റിലാണ്. സ്ക്രിപ്റ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കാരണം ഇനിയിപ്പോ ഡയറക്ടറിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ പോലും കുറച്ച് ലാഗി ആയാലും ഫിഷി ആയാലും സ്ക്രിപ്റ്റ് സ്ട്രോങ് ആണെങ്കിൽ. പക്ഷെ സിനിമ എൻഡ് ഓഫ് ദ ഡേ പറഞ്ഞത് ഡയറക്ടറുടെ സൃഷ്ടിയാണ്. അത് ഡയറക്ടർക്ക് അറിയാലോ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതും എന്താ സ്ക്രിപ്റ്റ്. നല്ലൊരു സ്ക്രിപ്റ്റാന്ന് വിചാരിച്ചോ, നല്ലൊരു കിടില സ്ക്രിപ്റ്റാന്ന് വിചാരിച്ചോ, ഡയറക്ടർ കുറച്ച് ലേസി ആണെങ്കിലും സ്ക്രിപ്റ്റ് പോവും, സാധനം കൊണ്ടുപോകും. അതാണ് നമുക്ക് പ്ലേ ചെയ്യുന്നത്. ഡയറക്ടറാണ് നമുക്ക് കാണിച്ചത്. എക്സാക്ട് പോയിന്റ് ആണ് സ്നേഹം പറഞ്ഞത്. പക്ഷെ എന്റെ ചിന്തയിൽ അങ്ങനെയാണ്, എന്റെ പോയിന്റ് ആണ് കറക്റ്റ്. എനിക്ക് ഉറപ്പാണ്. കാരണം ഡയറക്ടർ അങ്ങനെയാണ്, ഡയറക്ടറിന്റെ ആണ് സിനിമ, ഡയറക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് എങ്ങനെ കാണിച്ചതെന്നാണ് ഡയറക്ടേഴ്സ്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്ന ഒരു കോർ സ്ക്രിപ്റ്റ് ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ ആ സിനിമ എങ്ങനെയും ആളുകളിലേക്ക് കൺവേ ആവും. സ്ക്രിപ്റ്റ് എടുത്തൊരു ഡയറക്ടർ തീരുമാനിക്കില്ലേ? ഇപ്പൊ നല്ല സ്ക്രിപ്റ്റ് ആണ്, നല്ല ഒരു ത്രെഡ് നല്ല സ്ക്രിപ്റ്റ് ഡയറക്ടർ എടുത്ത് പൊട്ടിച്ചാലും നമ്മൾ എന്താ പറയല്, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, നല്ല കഥയായിരുന്നു, നല്ല സാധനമായിരുന്നു. പക്ഷെ ഡയറക്ടർക്ക് അത് നമ്മൾ അങ്ങനെയല്ലേ പറയാ. ഞാൻ അങ്ങനെയായിട്ട് പറയുന്നത്, സേന പറയും എനിക്കറിയില്ല. നമ്മളപ്പോ ഡയറക്ടർ ആ സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മള് സ്ക്രിപ്റ്റ് നോക്കില്ല, ഒന്നും നോക്കില്ല, നമ്മൾ നേരെ അങ്ങനെയൊന്നുമില്ല. ആക്കെ നോക്കി പറയുന്നത്. ഞാൻ ചിലപ്പോ ചില സിനിമയ്ക്ക് പറയാറുണ്ട് സ്ക്രിപ്റ്റ് നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, പക്ഷെ ഡയറക്ടർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റിയില്ല, സ്ക്രീനിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അത് അയാളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നം എന്നുള്ളത് നമ്മൾ പറയും. അപ്പൊ അവിടെ തിരക്കഥ മീൻസ് സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ഒന്നും പറയാനുള്ള വോയിസ് ഉണ്ടാവില്ല. ശരിക്കും ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ് സിനിമയില്, എസ്പെഷ്യലി മലയാളം സിനിമയിലൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഭയങ്കരമായിട്ട് നമ്മൾ അവർക്ക് വലിയൊരു അറ്റൻഷനോ ഒന്നും കൊടുക്കുന്നില്ല. ഭയങ്കര എഡിറ്റേഴ്സിനെ ഒന്നും അറിയില്ല. തല്ലുമാല എഡിറ്റേഴ്സിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണേ ഇല്ല. എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിലെ എഡിറ്റേഴ്സിനൊക്കെ ഞാൻ സത്യം പറയുമ്പോൾ കുറെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം. ഒത്തിരി നമുക്ക് താല്പര്യമുണ്ട് ഇതാരാ എഡിറ്റ് ചെയ്യണത്. ഇപ്പോൾ KGF ഹിറ്റ് ആയപ്പോൾ മലയാളത്തിൽ നമുക്ക് എല്ലാ ഭാഷയിലും KGF ഹിറ്റ് ആയപ്പോഴാണ് അതിൽ ആ ചെക്കൻ എഡിറ്റർ എന്ന് മനസ്സിലായി. അതിന് മുന്നേ നമുക്ക് എഡിറ്റേഴ്സിനെ കുറിച്ചൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു സിനിമയിലെ ഭയങ്കര വൈറ്റൽ റോൾ ചെയ്യുന്നത് എഡിറ്റേഴ്സാണ്. ചില സിനിമയ്ക്ക് എഡിറ്റ് ചെയ്യുന്നത് അതിന്റെ ഡയറക്ടേഴ്സ് തന്നെയാണ്, അങ്ങനെയും കണ്ടിട്ടുണ്ട്. പക്ഷെ എഡിറ്റേഴ്സിനും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും ഭയങ്കര റോളുണ്ട്. എങ്കിലും മനുഷ്യ സഹജമായിട്ട് ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തില് യഥാർത്ഥത്തില് ഇപ്പം മറ്റൊരാളുടെ ചിത്രം ഹിറ്റടിച്ച് പാൻ ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെടുന്നു, പാൻ ഇന്ത്യൻ ചിത്രം ഇറക്കുന്നു, അങ്ങനെ ആ തരത്തിലൊക്കെ ചിന്തിക്കാൻ മനുഷ്യനായിരിക്കില്ല. കാര്യം എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു കാര്യം. കാര്യം എന്താ വെച്ചാല് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇവിടെ സിനിമയിൽ വന്ന് ആദ്യം ABCD എന്ന് പറയുന്ന ഒരു സിനിമയിലെ കൂടെയാണ് ആൾക്കാർ എൻ്റെ ഫേസ് ഒന്ന് രജിസ്റ്റേർഡ് ആവുന്നത്. അത് ദുൽഖർ സൽമാന്റെ സിനിമയല്ലേ, അത് ദുൽഖർ സൽമാന്റെ സിനിമയാണ്, അത് വേണ്ട രീതിയിൽ വിജയിക്കേണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. കാര്യം ഞാൻ ആ സിനിമയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, ഞാൻ അന്ന് മുതൽ കാണുന്നതാണ്. നിങ്ങൾ ഈ കാണുന്നത് നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന പോലെയല്ല ഞങ്ങളെ ആക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ടേഴ്സിന്റെ പേര് പറഞ്ഞിട്ട് വഴക്ക് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ വേറെ നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളും സങ്കടങ്ങളും അല്ലെങ്കിൽ കുറേ സിമിലർ എക്സ്പീരിയൻസസും നമുക്കുണ്ട്. അത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ തൊട്ട് കാണുന്നില്ലേ ദുൽഖറിനെ. അന്നേ എൻ്റെ അടുത്ത് ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. ഇപ്പൊ അജയന്റെ 2ാം മോഷണത്തിലെ മണി എന്നുള്ള കഥാപാത്രമായിട്ട് എന്നെ ഏറ്റവും ആദ്യം കാണുന്നത് ദുൽഖർ സൽമാനാണ്. കാര്യം എന്താ വെച്ചാൽ മുകളിൽ കൊത്തയുടെ ഷൂട്ട്, താഴത്ത് ഞങ്ങളുടെ മുകളിൽ കൊത്തയുടെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ദുൽഖർ താമസിക്കുന്നു, താഴത്ത് ഞാൻ താമസിക്കുന്നു. കാരക്കുടിയിലായിരുന്നു ഷൂട്ട്. അന്ന് നമ്മൾ മേക്കപ്പ് കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് ദുൽഖർ മുകളിലുണ്ടെന്ന് പറഞ്ഞത്. എന്നാ ഒന്ന് പേടിപ്പിച്ചേക്കാൻ ഞാൻ ബാക്കി പോയിട്ട് അത് പറഞ്ഞ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു ഐറ്റം ഞങ്ങൾക്കില്ല. നിങ്ങൾ അതൊക്കെ ഭയങ്കര സിനിമാറ്റിക് ആണ്, നിങ്ങളുടെ ഭാവനയിലാണ് ശരിക്കും അങ്ങനെയുള്ളത്. നമ്മളാരും മറ്റുള്ളവരുടെ പരാജയം കൊണ്ട് വിജയിക്കുക എന്നുള്ളത് ഞാൻ അതിൽ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. വേറൊരാളുടെ പരാജയത്തിൽ എനിക്ക് എത്ര പ്രാവശ്യം ജയിക്കാൻ പറ്റും? എൻ്റെ കഴിവ് കൊണ്ട് വേണ്ടേ ഞാൻ ജയിക്കാൻ. മറ്റൊരുത്തിൻ്റെ കഴിവുകൾ കൊണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ 1 പ്രാവശ്യം ജയിക്കാൻ പറ്റുമായിരിക്കും, അബദ്ധത്തിൽ 2 പ്രാവശ്യം ജയിക്കാൻ പറ്റുമായിരിക്കും, എങ്ങനെ അബദ്ധത്തിൽ. പക്ഷേ നമ്മളെ തന്നെ
കൂടുതൽ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുക, നമ്മൾ വേറെ എടുക്കേണ്ട എഫേർട്ട് മുഴുവൻ എടുക്കുക, എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് സക്സസ് ഉണ്ടാക്കുക. അത് മറ്റൊരാളുടെ സക്സസും എൻ്റെ സക്സസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. യെസ്, ദേർസ് എ പോയിന്റ് അല്ലേ. കറക്റ്റ്. അതായത് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഫാൻസ് തമ്മിൽ ചിലപ്പോൾ അടിക്കും, ഇവര് തമ്മിൽ. പക്ഷെ അതൊക്കെ വേണം അല്ലേ, ഒരു ഹെൽത്തി ഫാൻ ഫൈറ്റ്. ഹെൽത്തി ഫൈനാണ്. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഒരിടയ്ക്കൊന്നും മലയാളത്തിൽ അങ്ങനെ ഒരു ഫാൻ ഫൈറ്റ് ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് കുറച്ച് ഹെവി ഫാൻ ഫൈറ്റ്സ് നടക്കുന്നുണ്ട്. അത് എസ്പെഷ്യലി ഇപ്പോഴും നമ്മളെ ബിഗ് ഗെയിംസിനെ പറഞ്ഞിട്ട് തന്നെയാണ് അടി നടക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ ഒരു നടൻ്റെത് ഇറങ്ങുമ്പോൾ അതേ സിനിമയിൽ വേറൊരു നടനുണ്ടെങ്കിൽ ആ നടന് തോന്നുകയാണ് ഞാനല്ലല്ലോ മെയിൻ, അത് പൊട്ടിക്കോട്ടെ എന്നുള്ള ചിന്താഗതിയിൽ ഇപ്പൊ മലയാള സിനിമ എന്നല്ല ഒരു സിനിമയിലും ഇപ്പൊ ആ ചിന്താഗതി വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബിക്കോസ് ഓൾ ഫിലിംസ് ആർ മൾട്ടി സ്റ്റാറർ സിനിമകളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളി നടക്കുന്നത്. ഒരു സിംഗിൾ സോളോ ഹിറ്റ് അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾക്ക് ഭയങ്കര സംഭവമാണ്. അതേപോലെ ടോവിനോ ഹിറ്റ് ആയത് മറ്റേതിലല്ലേ, മൊയ്തീനും കാഞ്ചനമാലിലും. അതിൽ പൃഥ്വിരാജുമാണ് നായകൻ. ഒരു പേര് വന്നത് എനിക്ക് എപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്നറിയാം, എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് ടോവിനോന്റെ ഒരു ഹിറ്റ് ബ്രേക്ക് വന്നു എന്നൊക്കെ തോന്നുന്നത് ഗോദന്റെ മുന്നേ ഭയങ്കര ഗോദന്റെ മുന്നാണ് മൊയ്തീനും കാഞ്ചനമാലൊക്കെ വന്നത്. പക്ഷെ എനിക്ക് മലയാളികളുടെ ഇടയിലേക്ക് കുറച്ചും കൂടി ഒന്ന് ഇടിച്ചു കയറിയത് ടോവിനോ എനിക്ക് തോന്നുന്നത്. അല്ല, അത് മെയിൻ റീസൺ മൊയ്തീനും കാഞ്ചനമാലയും വന്നുകൊണ്ടാണ്. 2018 പിന്നെ ആണ് ആ റീസൺ കൊണ്ടാണല്ലോ ഇതൊക്കെ സിനിമ കിട്ടിയതും അതിൽ അഭിനയിച്ച നടനായി. റീസൺ അല്ലല്ലോ പറഞ്ഞത്, മലയാളികൾക്ക് ഇടയിൽ കയറി പ്ലേറ്റ് വരുന്നത് ഡബിൾ സ്റ്റാൻഡ് ദിമിത്രി ആവല്ലേ. ദിമിത്രിയോ? അതാരാ ദിമിത്രി? അനിമലിലെ മറ്റുള്ള ദിമിത്രി. ഏത് ബാബിറ്റുവോ? മറ്റേ രശ്മിക അല്ലാത്ത മറ്റേ പെണ്ണോ? എടോ അത് തൃപ്തി ഡിംറി. ആ ദിമിത്രി. ഞാൻ എന്താ വല്ല കണ്ട പേരൊക്കെ അതൊക്കെ ആലോചിച്ചിരിക്കോ പോയി വേറെ പെണ്ണുങ്ങളുടെ പേരൊക്കെ. പിന്നെ അതാണ് കണക്ക് കൂട്ടുക. പ്രീകൺസീവ്ഡ് നോഷൻ അല്ല. ഓക്കെ, അപ്പോ ഇത് ഞങ്ങളടി നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. സംഗതി പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ പോലെ എന്താ പറയാ നടന്മാർ തമ്മിൽ കൊടൂരടിയായിരിക്കും എന്നൊക്കെയുള്ള ചിന്ത അല്ല ഇപ്പോഴും കൊണ്ടിടക്കണവരുണ്ട്. ഇപ്പൊ ഈ ഞങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞതാ ഇതൊക്കെ ഇപ്പൊ പറയുള്ളൂ, ഉള്ളിൽ മറ്റേ അടിയായിരിക്കും. ഇതിനോട് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഇല്ലെങ്കിൽ ഞാൻ അത് എഡിറ്റ് ചെയ്യുമ്പോ ഞാൻ കേൾപ്പിച്ചു കൊടുക്കും. സൗണ്ടില്ലാത്തപ്പോ പറഞ്ഞല്ലേ, സൗണ്ടില്ലാത്തപ്പോ പറയാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അതൊക്കെ ഇവരുടെ ഉള്ളില് അങ്ങനെ പറയാവും. ചിലപ്പോ ഉള്ളില് അല്ല പുറത്തിങ്ങനെ പറയാവും, ഉള്ളില് ഉണ്ടാവുന്ന പറഞ്ഞത്. ഇത് എന്താണ് ഓഫാക്കി കഴിഞ്ഞ ഓളെ തനി സ്വഭാവമാണ് പറഞ്ഞത്. ഡിംബ്രി സ്വയം വിചാരം തൃപ്തി ഡിംബ്രിയാണ്. എന്നിട്ട് ഇങ്ങനെ ഇന്നലെ ഇരുന്നിട്ട് എന്നോട് ചോദിക്കും ഇങ്ങനെ ഓളെ ഫോട്ടോ മറ്റോളെ ഫോട്ടോ വെച്ചിട്ട് ഒരേപോലെ അല്ലേ കാണാൻ. പട്ടി 10 കൊര ഒരു മാന്തലും അപ്പുറത്ത്. ഇടയ്ക്ക് ഞാൻ നായി ആവാറുണ്ട്. കം ടു ദ പോയിന്റ്. ഒരു പക്ഷെ ചിലപ്പോൾ അവരുടെ സക്സസ് എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കില്ല എൻ്റെ കൺസെപ്റ്റ്. എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിരിക്കുക, ആവശ്യത്തിന് ബാങ്കബിലിറ്റി ഉണ്ടാവുക, ചെയ്യാൻ ഇഷ്ടമുള്ള പോലത്തെ സിനിമകൾ ചെയ്യുക, ഫാമിലിയായിട്ട് കുറച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക, യാത്ര ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, ആരോഗ്യം നോക്കുക, കഴിഞ്ഞു. ഇതൊക്കെയാണ് എൻ്റെ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഭയങ്കര സക്സസ്ഫുള്ളാണ്. അതിന് എനിക്ക് ഇവിടുത്തെ എന്താ പറയുക ഇവിടുത്തെ ഏറ്റവും വലിയ ഹിറ്റ് എൻ്റെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. എനിക്ക് അത്യാവശ്യത്തിന് ജോലിയുണ്ട്, അത്യാവശ്യം സമാധാനവും സന്തോഷവും ചുറ്റും കൂട്ടുകാരും ഫ്രണ്ട്സും ഫാമിലി എല്ലാം ഉണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാണ് മറ്റൊരാളുടെ പരാജയം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അസൂയപ്പെടുന്നത് എന്തിനാണ്? അവർക്ക് ആവശ്യമുള്ള പലതും എനിക്ക് ആവശ്യം ഉണ്ടാവില്ല, അവർക്ക് ആവശ്യമില്ലാത്ത പലതുമായിരിക്കും എനിക്ക് ആവശ്യം. അപ്പൊ ഇതങ്ങനെ അങ്ങനെ ഒരാളുടെ സക്സസ്ഫുൾ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ടൊവിനോന്റെ കേസ് പറഞ്ഞു, പക്ഷെ എല്ലാരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതിന് ഞാൻ പറഞ്ഞത് എല്ലാവരും ഇങ്ങനെ പുറത്ത് പറയുന്ന പറഞ്ഞത് അങ്ങനെ പറയും. എനിക്ക് മറ്റേ ആളുടെ പടം പുറത്ത് പറഞ്ഞ ഉള്ളിൽ വേറെ കാണിച്ചപ്പോ പഴയ മാതിരിയൊന്നുമല്ല പണി കിട്ടും. അതാ വിഷയം. അല്ല ആയിക്കോട്ടെ, ഞാൻ ടൊവിനോനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞല്ല. ചിലവരിങ്ങനെ പറയും എനിക്ക് അങ്ങനെ. ഇപ്പൊ ഈ എല്ലാ നടന്മാരോടും ചോദിച്ചാലും പറയും എനിക്ക് അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല. പക്ഷെ ഉള്ളിലിപ്പോ അവർ വിചാരിക്കും മറ്റേ ആളുടെ പടം പൊട്ടണം, എന്റെ പടം ഇത്തവണെന്ന് വിചാരിക്കുമല്ലോ. എല്ലാരും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ചിലര് എണ്ണിപ്പറയുന്ന ചിലര്, എല്ലാരും എന്ന് പറയാൻ പറ്റില്ല. എണ്ണിപ്പറഞ്ഞ ചിലര്. എല്ലാരും ഇപ്പൊ സ്നേഹനെ പോലെ ഞാനിങ്ങനെ അഭിനയിക്കാണല്ലോ, ബാക്കിയുള്ളവരൊക്കെ ഈ അങ്ങനെയല്ലല്ലോ പറയല്. എന്താ പറയാ ഞാൻ രക്ഷപ്പെടുന്നത് ശരി ശരി എന്നാ എനിക്ക് സ്വന്തം രക്ഷപ്പെട്ടാ പോരെ. എന്നാല് പോയിക്കോ, പോണം. ഓക്കെ.
എത്ര വട്ടമായി ഇപ്പൊ ഞാൻ ഇറങ്ങി പോകാൻ പറയുന്നത്? ഇത് ഇറങ്ങി പോകാൻ പറയാനുള്ള ഒരു അർഹനും അല്ല കേട്ടോ. എന്താ അറിയാലോ, നീ ഓടിച്ചോ, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ അറിയാലോ. അയ്യോ വെച്ചിട്ട് അതെ മന്ത്രി ഗണേഷ് കുമാർ വരുന്നതിന് മുന്നേ കിട്ടിയതാണ്. എന്താ നിന്റെ കഴിവുകൊണ്ട് ഞാൻ പോവാണ്, ഞാൻ ഇറങ്ങി പോവാണ്, ഞാൻ പോകും, ഞാൻ നടന്നിട്ടാണെങ്കിലും പോകും. ആയിക്കോട്ടെ, എനിക്കെന്താ കാലില്ലേ, ഞാൻ നടന്നു പോയിക്കൊണ്ട്. അപ്പോൾ വണ്ടി എടുത്ത് പോലല്ലോ, പിന്നെ ലൈസൻസ് എന്തിനാണ് കാണാൻ വെച്ചത്? ലൈസൻസ് അവിടെ കേരളത്തിലെ ഗതാഗതമന്ത്രി വെക്കണം, ലൈസൻസ് എടുത്തിട്ട് ഷെൽഫിൽ വെക്കാനാണ്. അത്രയും ഞാനുള്ള കാര്യം പറയാണ്, കേരളത്തിലെ ഗതാഗത മന്ത്രി പറയാനാണ് ഇജാതി ദുരന്ത പരിപാടി കാണിച്ചാൽ ഇതേപോലെ ഇരിക്കും. അതായത് ഒരാവശ്യമില്ല, ലൈസൻസ് ഉണ്ടായിട്ട് വണ്ടി പോലും ഓടിക്കാറില്ല. കേരളത്തിലെ ഗതാഗത മന്ത്രി അറിയാൻ പറയാണ്, ലൈസൻസ് എടുക്കാൻ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് മറ്റേ RTOനോട് സാറേ എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് മേടിച്ചോളാണ്. അങ്ങനെയാണ് ഇവിടെ പകുതി ആൾക്കാർ ലൈസൻസ് മേടിക്കുന്നത്. ഒന്നിനെയും കരയോ അല്ലെങ്കിൽ കണ്ണടിച്ച് ഇത് പറഞ്ഞിട്ടാണ് ലൈസൻസ് വാങ്ങുന്നത്. ഒറ്റൊന്നിനും വണ്ടി ഓടിക്കാൻ അറിയും എനിക്ക് തോന്നുന്നില്ല. ഉള്ള കാര്യം പറഞ്ഞു, പെണ്ണുങ്ങൾ പറഞ്ഞു ഇന്നെ തല്ലാനും കൊല്ലാനും വരരുത്, ഇവക്കറിയില്ല. ഇവിടെ ലൈസൻസിന്റെ കാര്യമല്ല പ്രശ്നം, നീ ഈ പരിപാടിന്റെ ലൈസൻസ് എടുക്കാൻ വരുന്നുണ്ട്. ഈ വലിയ ഡയലോഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വണ്ടി ഒരു ഗിയർ വണ്ടി മുന്നിൽ എടുക്കാൻ, ഇതിന് മുന്നത്തെ വണ്ടി തള്ളാനെങ്കിലും അറിയും. വോൾവോ ഞാൻ ഓടിച്ചിരുന്നില്ല, ഇത് ഭയങ്കര വോൾവോ പോവും. വോൾവോയിൽ ഓട്ടോ പാർക്കും ഓട്ടോ അസിസ്റ്റും ലൈൻ അസിസ്റ്റും സാധനങ്ങളൊക്കെ ഉണ്ട്. വണ്ടി എന്തായാലും ബോധിയൊന്നുമില്ല, അത് പോവില്ല. ഇത് ഞാനൊരു ഒറ്റ പോക്കായിട്ട് പോയി, ഞാൻ പിന്നെ നിർത്തി. ഞാൻ വല്ലവരും കൊണ്ട് BMW M Sport is made for men, man like അല്ല എന്നെ പോലെ അങ്ങനെയൊന്നുമില്ല. പിന്നെ M Sport ഒന്നും ഓടിക്കാനുള്ളൊരു ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ടൊവിനോ ഹാപ്പിയാണ്, ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. വി ആർ വെരി ഹാപ്പി. അതുകൊണ്ട് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ നാരങ്ങ കുറിച്ച് പോയി ബാങ്കബിലിറ്റി ഡെഫിനറ്റ്ലി ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് നോക്കണം. ഏതിനി സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ഏതാളാണെങ്കിലും ബാങ്കബിലിറ്റി നോക്കണം. കാരണം ഒരു പ്രൊഡ്യൂസർ നിങ്ങളെ വിശ്വസിച്ചിട്ട് തരികയാണ് ഒരു പ്രൊഡക്റ്റ്. അപ്പൊ നിങ്ങളുടെ സ്റ്റാർഡം കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാക്ക് ക്ലിയർ ആവാനോ വേണ്ടിയിട്ടോ അതൊരിക്കലും ചെയ്യരുത് അല്ലേ. കാരണം ഈ വരുന്ന പ്രൊഡ്യൂസേഴ്സിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് അറിയാം നടന്മാർക്കാണ്. ട്രെൻഡും മാർക്കറ്റും നടന്മാർക്ക് അറിയാം. ഇപ്പൊ ഡയറക്ടേഴ്സിന് വരെ ചിലപ്പോൾ അത് അറിയണമെന്നില്ല. നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം പ്രൊഡ്യൂസർമാരോട്. ആളുകളായിട്ടും മാർക്കറ്റുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ആയി കിടക്കുന്നത് അഭിനയിക്കുന്ന ആളുകളാണ്. ഡയറക്ടേഴ്സ് ചിലപ്പോൾ ഏജ്ഡ് ആയിരിക്കാം, പഴയ വർക്ക് ചെയ്തിട്ട് പിന്നെ അവരിപ്പോ പുതിയ കാലത്തിനായിട്ട് അഡ്ജസ്റ്റ് ആവാത്തവരായിരിക്കാം. പൈസ ഇറക്കുന്നവർക്ക് ട്രെൻഡ് എന്താണെന്ന് അറിയുണ്ടാവില്ല. അത് എല്ലാവരും ഒന്നും ഇല്ല. അഭിനയിക്കുന്ന ആൾക്കാർക്കൊക്കെ ട്രെൻഡ് അറിയണമെന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാ മമ്മൂക്ക, ലാലേട്ടൻ. എന്ത് ലാലേട്ടൻ എന്താ കുഴപ്പം? ലാലേട്ടൻ എന്താ ട്രെൻഡ് അറിയില്ലേ? മൂപ്പര് ഡ്രസ്സിങ്ങും സാധനവും അല്ല, ഞാൻ ട്രെൻഡ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ട്രെൻഡ് അറിയാത്ത മൊത്തത്തിൽ അപ്പിയറൻസ് അടക്കം ലൈഫ് സ്റ്റൈൽ അടക്കം അത് കമ്മിറ്റ്മെന്റ്. ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെയും കമ്മിറ്റ്മെന്റ് വെച്ചിട്ടല്ലേ. ഞാൻ പറയുമ്പോ മലയാള സിനിമയിലൊക്കെ ഡ്രസ്സിങ് അപ്പിയറൻസ് ലൈഫ് സ്റ്റൈല് എല്ലാം ഇവർ അപ്ഡേറ്റഡ് ആണ്. അപ്പൊ അപ്ഡേറ്റഡ് ആവുമ്പോ ഇപ്പൊ എന്താ കറന്റ് യൂത്ത് ട്രെൻഡ് എന്നുള്ളത് നടന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. നടന്മാർക്കും നടിമാർക്കും അവരത് ശരിക്കും കൺവേ ചെയ്യണമായിരിക്കും. ഇപ്പൊ നിങ്ങളടുത്ത് ഇപ്പൊ ഞാൻ ഇന്നലെ കണ്ട സിനിമ അയ്യറിൻ അറേബ്യ അല്ല, ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ ഒരു 10 കൊല്ലം മുന്നേ ചെയ്തിരുന്നെങ്കിൽ നല്ല സിനിമയാണ്. ആ സ്ക്രിപ്റ്റ് ഇപ്പോ ധ്യാൻ ശ്രീനിവാസിന്റെ അടുത്ത് വരുമ്പോൾ ധ്യാൻ എന്താ പറയേണ്ടത്? ചേട്ടാ ഇതൊരു 10 കൊല്ലം മുന്നേ വർക്കാവുന്ന സ്ക്രിപ്റ്റാണ്, ഇതിപ്പോ ചെയ്യണം അല്ലെങ്കിൽ ഇതിൽ മാറ്റങ്ങൾ വരുത്തണം. അത് പറഞ്ഞിട്ട് തന്നെ ചെയ്യണം, എന്നാലേ ഈ ബാങ്കബിലിറ്റി നിൽക്കുള്ളൂ. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ പല നടന്മാരും ചെയ്യണില്ല. വഴിപാട് കഴിക്കണം, അതിൽ സിനിമ നടത്തിപ്പോയിട്ട് ലാസ്റ്റ് നമ്മൾ പടം കണ്ടിട്ട് പടം പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തലയിൽ കേസ്. സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾ വരുത്താലോ സ്നേഹേ. സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി സാധനം എന്തിനാ നടന്മാരെ കൊണ്ട് ബാക്കിയുള്ളവരെ കൊണ്ട് എഴുതി മാറ്റിപ്പിക്കുന്നത്? വേണ്ട, ഇത് ഈ ടൈമിൽ ഇന്ന കഥയാക്കി കഴിഞ്ഞാൽ അല്ല ഞാൻ പറഞ്ഞത് മാറ്റം വരുത്താന്നല്ലോ. എല്ലാ സ്ക്രിപ്റ്റിൽ തന്നെ മാറ്റം വരുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞത്, കഥ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞത്. ഉള്ള സ്ക്രിപ്റ്റ് മാറ്റി എത്ര സിനിമ അറിയുന്നുണ്ട് മലയാളത്തില്? ഇത് ഉള്ള സ്ക്രിപ്റ്റ് മാറ്റാൻ പറ്റില്ല. എന്താ സിമെന്റ് ഇട്ട് ഉറപ്പിച്ച് വെച്ചതാ, എടുത്ത് കളയാൻ പറ്റില്ല അറിയാൻ വേണ്ടിട്ട്. അപ്പൊ പോരും ഇപ്പൊ പോരില്ലാറിന് മാറ്റാൻ പറ്റില്ല പറഞ്ഞത് രണ്ടും ഇങ്ങനെ പറയുന്നത് അല്ലേ ഒക്കെ ഓളന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ വീഡിയോ കണ്ടുവരുത് അതിനൊക്കെ പറ്റൂല. അല്ലാതെ ഇന്നെ ഒന്നും പറയാൻ സമ്മതിക്കണില്ല, എല്ലാവർക്കും മനസ്സിലാവും. അറിയപ്പൊടി